അതെ, നമുക്കൊരു കട്ടൻ ചായ കുടിച്ചാലോ? എനിക്ക് അല്പം തിരക്കുണ്ട് സച്ചി. നാളെ ഒരു ഹിയറിംഗ് ഉണ്ട്. ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അർച്ചനയുടെ കാര്യത്തില് എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഈ അന്വേഷണം അധികം താമസിക്കാതെ തന്നെ നമ്മളെ അർച്ചനയിൽ കൊണ്ട് എത്തിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നേ. താങ്ക് യു ആരതി. അതിന് എന്നോട് എന്തിനാ നന്ദി പറയുന്നത്? പിന്നെ ആരോടെ ഞാൻ നന്ദി പറയേണ്ടത്? ആരതി വന്നതിന് ശേഷം ഇത്ര പെട്ടെന്ന് ഇതിലൊരു ഡെവലപ്മെന്റ് ഉണ്ടായത്. ഇത്തരം ഫോർമാലിറ്റീസ് ഒന്നും എന്നോട് വേണ്ട സച്ചി. ഞാനിതിന്റെ കടമയേറ്റ കാണുന്നത്. അർച്ചനയെ തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ സച്ചിയോടൊപ്പം ഉണ്ടാവും. അപ്പോ അർച്ചന വന്നു കഴിഞ്ഞാ എന്നെ വിട്ടു പോകുന്നാണോ? അർച്ചന വന്നു കഴിഞ്ഞാ പിന്നെ ഞാനെന്തിനാ? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പലപ്പോഴും ഭാര്യയെക്കാളും അച്ഛനമ്മമാരെക്കാളും സഹോദര ബന്ധങ്ങളെക്കാളും ഒക്കെ മേലെയാ ഒരു സുഹൃത്ത്. ചുരുക്കി പറഞ്ഞ അതിരുകളില്ലാത്ത ബന്ധമാണ് സൗഹൃദം. മറ്റു ബന്ധങ്ങളൊന്നും അതിനടുത്ത് വരില്ല. ഫിലോസഫി എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അത് പേഴ്സണൽ ആവുമ്പോ കുറച്ച് വിഷമം ഉണ്ടാക്കും. അല്ല, എനിക്ക് മനസ്സിലായില്ല. അല്ല, സച്ചിയുടെ ആറ്റിറ്റ്യൂഡാ എനിക്ക് സച്ചിയോടുള്ള മതിപ്പും ഇഷ്ടമൊക്കെ കൂടുന്നെന്ന് പറയുമായിരുന്നു. താൻ എനിക്ക് ചെയ്യുന്ന ഈ സഹായത്തിന് എന്ത് പകരം തരുമെന്ന് എനിക്കറിയില്ല. ഈ ജീവിതകാലം മുഴുവൻ താൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ബെസ്റ്റ് ഫ്രണ്ട്? ശരി. എന്താ എന്തു പറ്റി? ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? ഓ, പെരുത്ത് ഇഷ്ടായി. എന്നാലേ അടുത്ത തട്ടുകട കാണുമ്പോ വണ്ടി നിർത്തിക്കോ. നമുക്ക് ഇനി ഒരു കട്ടനാവാം. അപ്പോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട്? സച്ചി കഴിഞ്ഞുള്ള തിരക്കൊക്കെ മതി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാൻ വിളിച്ച സമൃദ്ധ എന്റെ കൂടെ എവിടെയും വരൂ? എന്താ സംശയം? എപ്പോ വന്നൂന്ന് ചോദിച്ചാ മതി. അപ്പോ എന്റെ കൂടെ വരാൻ സമൃദ്ധയ്ക്ക് ഇഷ്ടാണല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ വരാന്ന് ഞാൻ പറയോ? അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 10 വർഷത്തോളമായി. അപ്പോ ഹണിമൂണിന് നിങ്ങൾ എവിടെയാ പോയത്? ഇല്ല, അങ്ങനെയെങ്ങും പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കൊള്ളാം, ഓർക്കുന്നില്ലേ? അതെന്താ അങ്ങനെ? ഞങ്ങള് അതിനെങ്ങും പോയിട്ടില്ല. നിങ്ങൾ ആളുകൾ കൊള്ളാലോ. ഹണിമൂൺ പോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും യാത്രകൾ പോയിട്ടുണ്ടോ? എന്റെ മനസ്സിൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളുടെ ഓർമ്മകളൊന്നുമില്ല. ഓർമ്മയില്ലാന്ന് പറഞ്ഞ? അങ്ങനെയെങ്ങും പോയിട്ടില്ല. പോയെങ്കിലല്ലേ നമുക്ക് അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റൂ. ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് ഇവൾ ആവർത്തിച്ച് പറയുന്നത് എങ്ങും പോവാത്തതുകൊണ്ടാണോ? ഓർമ്മയില്ലാത്തതായി അഭിനയിക്കല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. മരിച്ചുപോയ സേതുമാധവൻ നിങ്ങളുടെ ആരാ? ഫാദർ ഇൻ ലോയാ. അച്ഛനോട് വലിയ സ്നേഹമായിരുന്നു. സ്നേഹമായിരുന്നോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ സേതുമാധവന്റെ മക്കൾ നിങ്ങളുടെ ശത്രുക്കളായി? ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നെല്ലിശ്ശേരിക്കാർക്ക് അവകാശപ്പെട്ടതെല്ലാം സേതുമാധവനിൽ നിന്ന് നിങ്ങൾ വ്യാജ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൈക്കലാക്കിയെന്ന. സത്യമാണോ? നോ മാഡം. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ അച്ഛനെല്ലാം എന്റെ പേരിൽ എഴുതി തന്നത്. അതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ടല്ലോ. സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാതെ സേതുമാധവൻ എന്തിനാ കമ്പനി മറ്റു സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിൽ എഴുതുന്നത്?
മാഡം, ആ സമയത്ത് അച്ഛനും മക്കളും തമ്മിൽ വലിയ പ്രശ്നത്തിലായിരുന്നു. അച്ഛന്റെ കൂടെ നിന്ന് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനും എന്റെ പഴയ ഭർത്താവുമായിരുന്നു. ഈ പറഞ്ഞതൊന്നും ഇത്രയും സ്വത്തുക്കൾ നിങ്ങളുടെ പേരിൽ എഴുതി തരാനുള്ള കാരണമൊന്നും അല്ലല്ലോ. എന്റേതായ വഴിക്ക് ഞാനൊന്ന് അന്വേഷിച്ചപ്പോ സേതുമാധവന്റെ മക്കൾ തന്ന പരാതിയിൽ കഴമ്പുണ്ടെന്നാ എനിക്ക് തോന്നിയത്. സ്വത്തുക്കൾ എഴുതി വാങ്ങിയ ശേഷം എല്ലാവരെയും നിങ്ങൾ നെല്ലിശ്ശേരിയിൽ നിന്ന് പുറത്താക്കി. അതിന്റെ ഷോക്കിലാണ് സേതുമാധവന് ഹാർട്ട് അറ്റാക്ക് വന്നതും അയാൾ മരിച്ചതും. ശരിയല്ലേ? ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥരും അന്ന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പേരൊക്കെ ഇനി ഞാൻ പറയണ്ടല്ലോ. മാഡം, ആരൊക്കെയോ മാഡത്തിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അവന്തിക അസോസിയേറ്റ്സിന്റെ സ്വന്തം സ്ഥാപനമാണ്. അതിൽ മറ്റാർക്കും ഒരു അവകാശവും ഇല്ല. ഇത്രയും വലിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ കയ്യിൽ എവിടുന്നായിരുന്നു പണം? ഐ മീൻ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ ഇൻകം? ഇത്രയും വലിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ കയ്യിൽ എവിടുന്നായിരുന്നു പണം? ഐ മീൻ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ ഇൻകം? ഓരോ ക്രൈമും ബാക്കി വെക്കുന്ന ചില തെളിവുകളുണ്ട്. അത് സ്വയം പുറത്തു വരും. ഈ കേസിലും അങ്ങനൊരു തെളിവ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാക്ഷിയുമുണ്ട്.